ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോ കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ വീക്ക്ലി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ദയവായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ആക്റ്റീവ് ആവുന്നതനുസരിച്ച് നല്ല നല്ല ട്രേഡിംഗ് കണ്ടൻസ് നമ്മൾ ഇടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പുതിയ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് 360 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. നമുക്കറിയാം ഇസ്രയേൽ, ഇറാൻ ആൻഡ് US കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിൽ തുടങ്ങുന്ന അനിശ്ചിതത്വം മാർക്കറ്റിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനത്തെ ഉള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് ക്ലോസ് ചെയ്തതും ഡൗൺ സൈഡ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 311 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ രാവിലത്തെ അവസ്ഥയിലുണ്ടാവും. അത് അതിജീവിക്കുകയില്ല എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഡൗൺ സൈഡിൽ തന്നെ ട്രേഡ് ചെയ്യാണ്. സ്ട്രേറ്റ് ടൈംസ്, ഹാങ്സങ് എല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഒരു ബ്ലഡ് ബാത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തുടരുമെന്നതാണ് നമുക്ക് ഗ്ലോബൽ സൂചികകൾ നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി തന്നെ 311 പോയിന്റ്സ് ഡൗൺ സൈഡ് നിൽക്കുക. അപ്പോൾ ടോട്ടലി അത് നമ്മുടെ മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാവുന്നുള്ളത്. അപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും 24,000 റേഞ്ച് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. ആൻഡ് നമുക്ക് എന്തായാലും ഒരു 300 പോയിന്റ്സ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെന്റം മാർക്കറ്റ് എവിടെ വെച്ച് ഡൗൺ സൈഡ് നിർത്തും അല്ലെങ്കിൽ ഒരു ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഒരു 1 hour ചാർട്ട് ഇടുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ മാർക്കറ്റിന്റെ ഒരു പ്രോപ്പർലി ഉള്ള ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോണായിട്ട് തന്നെ നിൽക്കാൻ തന്നെയാണ് പോസിബിലിറ്റി അല്ലേ. 24,000 മാർക്കറ്റിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോണായിട്ട് തന്നെ നിൽക്കാൻ തന്നെയാണ് പോസിബിലിറ്റി. ആൻഡ് മാർക്കറ്റിന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് താഴെ വരാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഈ 23,132 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റേഞ്ച് ഇവിടെ വന്ന് ഡിമാൻഡ് എടുത്ത് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ തന്നെ ആയിരിക്കും. സ്ട്രക്ചറലി എന്താ പറയുക, ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആൻഡ് ഈ ഒരു ഏരിയ മാർക്കറ്റ് 24,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്കുള്ള അടുത്ത ഉള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 24,589 ആണ്. സോ നമുക്ക് എന്തായാലും 1 hour ചാർട്ടിലെ ഈ ഒരു ഏരിയാസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നമുക്ക് ഈ ഒരു സോൺ ഉണ്ടല്ലോ 23,725 മൈനർലി ഇതൊരു സപ്പോർട്ട് റേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,725. സോ വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ മേ ബി മാർക്കറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഞാനിവിടെ കാണുന്നത്, ഒന്ന് ഇതിൻ്റെ ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയ ശേഷം മേ ബി തിരിച്ച് കയറി പോകാനുള്ള പോസിബിലിറ്റിയും നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഇത്രയും മൈനർ ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഈ ഒരു ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരു ഡെയിലി ഉള്ള ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോക്സ്, ഫോക്കസിലുള്ള സ്റ്റോക്സ് എന്ന് ചോദിച്ചാൽ ഒരുപാട് ന്യൂസസ് ഉണ്ട്. റിസൾട്ടുകൾ വരുന്നത് ICICI പ്രൊവിൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. സ്വരാജ് എൻജിൻസ് എന്ന കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. ഇന്ത്യ ബാങ്ക് ഹൗസിംഗിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ന് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ സെയിൽസ് വോളിയം കൂടിയിട്ടുണ്ട്, ബട്ട് എക്സ്പോർട്സ് വോളിയം ഡൗൺ സൈഡ് ആയിട്ട് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലാർസൺ ആൻഡ് ടെമ്പോ കമ്പനിയുടെ സബ്സിഡറി ആയ L&T റിയാലിറ്റി പ്രോപ്പർട്ടീസ് 100% സ്റ്റേക്ക് ഇന്റർനാഷണൽ ഗ്രീൻ സ്പേസ് IGS എന്ന കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് കാണുന്നുണ്ട്. പിന്നെ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് 972 കോടിയുടെ ഒരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്. സ്വച്ഛ് മഹാരാഷ്ട്ര മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ന്യൂസസ് നിലവിലുണ്ട്. പിന്നെ ലൂപ്പിൻ കമ്പനി ഒരു ഡാപ്പ ഗ്ലൈഫ്ലോസിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അപ്രൂവലിനൊക്കെ ശേഷം. അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ആസ്ട്രാസെനിക്ക ഫാർമയ്ക്കാണെങ്കിൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോളിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ട്, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്ലാബ്രൂട്ടിൻ B ടാബ്ലറ്റ്സിന്റെ സെയിലിനും ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ USFDAയുടെ ഒരു ഇൻസ്പെക്ഷൻ ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് നടന്നതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസസ് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കെയർഫുൾ ആയിട്ടൊക്കെ ഇരിക്കാം. ഈ ലെവൽസ് മാർക്കറ്റ് കീപ്പ് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. ആൻഡ് ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന സ്റ്റോക്കുകളിലൊന്ന് സുവൻ ലൈഫ് സയൻസ് ആണ്. നോക്കാം.
ഈ ഒരു സോൺ ലൈഫ് സയൻസിൻ്റെ ചാർട്ട് ഞാൻ ഒന്നെടുത്ത് കാണിക്കാം നിങ്ങളെ. സോൺ ലൈഫ് സയൻസ് ഡിമാൻഡ് ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ബ്രേക്ക് ചെയ്തു ആൻഡ് കണ്ടിന്യൂസ് എത്ര ദിവസമായിട്ടാണ് കണ്ടിന്യൂസ് ബൈങ് നടന്നതെന്ന് നോക്കുക. മോസ്റ്റ്ലി 67% മൂവ്മെന്റ് 120 നിന്ന് 200 റേഞ്ചിലേക്ക് സോൺ ലൈഫ് സയൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് മൂവ്മെന്റ് തരികയാണ്. സോ അതൊരു നല്ല ഒരു പ്രൈസ് ആക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു കറക്റ്റ് ഡിമാൻഡ് സോണിൽ നിന്നാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയിരിക്കുന്നത്. സോ നമുക്കൊരു പുൾ ബാക്ക് കിട്ടുമോ നോക്കാം. എന്തായാലും 160-140 റേഞ്ചിലേക്ക് ഒരു പുൾ ബാക്ക് കിട്ടി അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഡെവലപ്പായി വന്നതിനെ നമുക്ക് എന്തായാലും സോൺ ലൈഫ് സയൻസ് എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഒരു കണ്ടിന്യൂഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു പുൾ ബാക്ക് എൻട്രീസ് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് സോൺ ലൈഫ് സയൻസിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇതിനെക്കുറിച്ചുള്ള പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ നമുക്ക് ഞാൻ കഴിവതും ടൈം കിട്ടുമ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റേറ്റും ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റോക്സ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, സോ അപ്പം അടുത്ത ദിവസം വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.